സഹൃദരെ നമസ്കാരം. അങ്ങനെ മാച്ച് 26 RCB vs DC ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. DC 175-8 എന്ന രീതിയിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് ഏതാണ്ട് ഒരു 25 റൺസിന് പുറത്ത് കുറവാണ് അവർ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ഈ സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല നമുക്ക് കണ്ടു തന്നെ അറിയണം. ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും ഒക്കെ ചേർന്നുള്ള ബോളിംഗ് നിര എങ്ങനെ ഇവിടെ തളച്ചിട്ടുണ്ട് DC എന്നുള്ളത് നമുക്ക് നോക്കാം. KL രാഹുൽ എന്ന് ഫോം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ സീസണിൽ അത്രത്തോളം DC KL രാഹുൽ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ സാധാരണ KL രാഹുൽ ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ല. എന്നായിരിക്കും ആ ദിവസം എന്ന് അറിയത്തുമില്ല. എന്തായാലും നമുക്ക് കാണാം. എന്തായാലും പവർ പ്ലേയിൽ 59-1 എന്ന നിലയിലായിരുന്നു 6 ഓവറിൽ. 5.1 52 റൺസ് ആയപ്പോഴത്തേക്ക് കോഹ്ലി ഔട്ടായിരുന്നു. നിഗിരിയുടെ ഫസ്റ്റ് ബോളാണ് ഔട്ടായത്. അതിനുശേഷം സോൾട്ട് 63 റൺസ് 38 ബോളിൽ 4 4 3 6 ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സീസണിലെ സോൾട്ടിൻ്റെ ആദ്യത്തെ 50 ആണ്. അതുപോലെ പടിക്കൽ 13 ബോൾ 18 റൺ, ഒരു 4 ഒരു 6. ടിം ഡേവിഡ് വീണ്ടും ഒരു ഫോമിൻ്റെ ഒരു രീതി കാണിച്ചുകൊണ്ടിരുന്നെങ്കിലും ഒരു 17 ബോൾ 26 റൺസ് എടുത്തപ്പോഴത്തേക്ക് ഔട്ടായിരുന്നു. പിന്നെ അതുപോലെ ക്യാപ്റ്റൻ ഇന്നൊന്ന് തളർന്നതാണ്. ഇവരുടെ സ്കോറിങ്ങിൻ്റെ വേഗത കുറച്ച്, അല്ലെങ്കിൽ 200% സ്കോർ എടുക്കാൻ പറ്റും. പട്ടിത്താർ ഈ സീസണിൽ നല്ല ഫോമിലായിരുന്നു. ഇന്നും ആ ഫോമിൽ സ്റ്റാർട്ട് ചെയ്ത് 4 ബോൾ 8 റൺസ് 6 അടിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് പട്ടിത്താർ ഔട്ടായത്. എന്തായാലും നിഗിഡി 2 വിക്കറ്റ് എടുത്തായിരുന്നു 30 റൺസിന്. ബോളിംഗ് വേരിയേഷൻ, സ്പീഡ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി വേരിയേഷൻസ് നടന്നു. വിക്കറ്റ് എടുത്ത ബോളും തൊട്ട് മുമ്പത്തെ ബോളൊക്കെ തമ്മിൽ 20-25 കിലോമീറ്റർ പെർ അവറിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ അറിഞ്ഞിരിക്കുന്നത്. കുൽദീപ് അതുപോലെ 32 റൺസിന് 2 വിക്കറ്റ് 4 ഓവറിൽ എടുത്തായിരുന്നു. അക്ഷർ പട്ടേൽ 18 റൺസിന് 2 വിക്കറ്റ് 3 ഓവറിൽ എടുത്തായിരുന്നു. ഇതൊക്കെയാണ് പറയത്തക്ക പെർഫോമൻസ്. എന്തായാലും 175 RCB ഡിഫെൻഡ് ചെയ്യുമോ അതോ DC അടിച്ചെടുക്കുമോ നമ്മൾ നോക്കാം. സെക്കൻഡ് ഇന്നിംഗ്സ് കഴിഞ്ഞ് കാണാം. ബൈ.